വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ HTML ഒരു ലിങ്ക് എന്താണെന്നുള്ളത് നമ്മൾ കുറെ എക്സാമ്പിൾസ് പ്രോജക്റ്റ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടതാണല്ലോ. അതായത് ഒരു എ ടാഗ് കൊടുത്ത് അതിലൊരു HRF കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലിങ്ക് ആവും. അതിൽ ഹോവർ ചെയ്യുന്ന സമയത്ത് അവിടെ ബോട്ടം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഏത് പേജിലേക്കാണ് പോകുന്നതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ എന്താണ് ഒരു എ ടാഗ് ഓപ്പൺ ചെയ്തതിൽ HREF എന്ന് പറഞ്ഞു കൊടുത്തിട്ട് HRF എന്ന് പറയും. അതിൽ നിങ്ങൾ ഒരു വെബ്സൈറ്റിന്റെ URL കൊടുക്കും. ആ എ ടാഗ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ ആ ടെക്സ്റ്റ് വേണ്ടത് അത് കൊടുത്തു. എന്നിട്ട് എ ടാഗിന്റെ ടാഗ് ക്ലോസ് ചെയ്യും. ഇതാണല്ലോ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഓപ്ഷൻ, ഇനി അതൊരു ഫയലിലേക്കാണെങ്കിൽ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. ഇതൊരു എക്സ്റ്റേണൽ എന്താണ് വെബ്സൈറ്റിലേക്ക് വേണ്ടി ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. അത് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ളത്. ഇനി സെയിം പ്രൊജക്റ്റിൽ തന്നെയുള്ള ഫയലിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ മുമ്പ് നോക്കിയതാണ് മെനു ഒക്കെ കൊടുത്തപ്പോൾ student.html അല്ലെങ്കിൽ index.html എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫയലിന്റെ പാത്ത് നമ്മൾ കൊടുക്കും. ഇനി അതും അല്ലാതെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു HTML പേജിൽ തന്നെയുള്ള ഓരോ സെക്ഷനിലേക്ക് പോകാൻ പറ്റും. അതായത് ഓരോ സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്കൊരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ ഒരു ലിസ്റ്റ് ഐറ്റം ആണ് UL LI ഉണ്ട് അതില്. പിന്നെ അതേപോലെ ഓരോ സെക്ഷൻ ആണ് ഇവിടെ. സെക്ഷൻ 1 H2 നമുക്ക് ID കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 1. എന്നിട്ട് അതിലൊരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ സെക്ഷൻ 2 ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. സെക്ഷൻ 3 ഉണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ ഓരോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോകണം. അപ്പൊ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? HRFന്റെ അവിടെ ഹാഷ് ഇട്ടിട്ട് എന്താണോ ID, ഏത് കണ്ടന്റിലേക്കാണോ നമുക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിവിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ ഡിവിന്റെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ ID ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഹാഷ് ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ 1ലേക്കും സെക്ഷൻ 2 സെക്ഷൻ 3. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടന്റ് അത്ര വിസിബിൾ അല്ല. അപ്പൊ ചെറിയൊരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ കണ്ടന്റ് കൊടുക്കാം. ഞാൻ ലോറം വെബ്സൈറ്റ് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുണ്ട് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ആ ഒരു സ്ക്രീനിൽ ഫില്ലായി നിൽക്കുന്നുള്ള കുറച്ചും കൂടെ കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെക്ഷൻ 1 മാത്രമേ ഈ പേജിൽ ആദ്യം കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ സെക്ഷൻ 2 ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു സെക്ഷൻ 2 കണ്ടോ ടോപ്പിലേക്ക്, അവിടേക്ക് നമ്മൾ പൊസിഷൻ ചെയ്തു. സെക്ഷൻ 2ലേക്ക് ഡയറക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഞാൻ സെക്ഷൻ 3 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിലോ സെക്ഷൻ 3ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പേജ്. ആ പേജ് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ യൂസേഴ്സിന് സിമ്പിൾ ആയിട്ട് ഓരോ സെക്ഷനിലേക്കൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ID കൊടുത്തിട്ട് നമുക്ക് ഹാഷ് ഇട്ട് ഇതേപോലെ നാവിഗേഷൻ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് ഒരു ഫയലിലേക്കാണ് പോകുന്നതെങ്കിൽ HRFൽ ആ ഫയലിന്റെ നെയിമോ അല്ലെങ്കിൽ പാത്തോ നമ്മൾ കൊടുക്കും. കറക്റ്റ് പാത്ത് ആയിരിക്കണം. ഒരു ഫോൾഡറിന്റെ ഉള്ളിലാണെങ്കിൽ ആ ഫോൾഡറിന്റെ നെയിം ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് വേണം കൊടുക്കാനും. ബാക്ക്വേർഡ് സ്ലാഷ് അല്ല ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു ലിങ്കിലുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ടാബിൽ ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു ടാബിലേക്ക് അല്ലെങ്കിൽ വേറൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആവണോ എന്നുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നോക്കാം. ഞാനിവിടെ എക്സാമ്പിൾ വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പുതിയൊരു ടാബ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ വരുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം പേജിലായിരുന്നു വരിക. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് =_blank എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഒഴിവാക്കിയാൽ എന്താണ് സംഭവിക്കുക? ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് റീഫ്രഷ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പേജിൽ തന്നെയാണ്. നമ്മളെ പേജ് അവിടെ മിസ്സാവും. എന്നിട്ട് പുതിയ പേജ് ഏതാണ് ക്ലിക്ക് ചെയ്ത് ആ പേജിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്കൊരു ലിങ്കിന് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അതായത് അത് ഹോവർ ചെയ്യുമ്പോൾ യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹോവർ ചെയ്തപ്പോൾ എക്സാമ്പിൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതാണില്ല. നമ്മൾ കൊടുത്ത ടൈറ്റിലാണ്. അവിടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഒരു ലിങ്ക് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാം? ലിങ്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എ ടാഗിന് നമുക്ക് സ്റ്റൈൽ എഴുതിയാൽ മതി. അപ്പൊ എല്ലാ എ ടാഗിനും ആ സ്റ്റൈൽ ബാധകമാവും. അതിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ ടെക്സ്റ്റ് ഡെക്കറേഷൻ നോർമലി ലിങ്ക് ആണെങ്കിൽ ഒരു അണ്ടർസ്കോർ ഉള്ളതാണ് വരിക. അണ്ടർസ്കോർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് -ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതേപോലെ ഹോവർ ചെയ്യുമ്പോൾ ഏത് കളർ വേണം, ആക്റ്റീവ് ആണെങ്കിൽ ഏത് കളർ, വിസിറ്റഡ് ആണെങ്കിൽ ഏത് കളർ എന്നുള്ളതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ റീഫ്രഷ് ചെയ്തു. ഈ ഒരു എക്സാമ്പിൾ വെബ്സൈറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. ആ വിസിറ്റ് ചെയ്തത് കൊണ്ട് അതിന്റെ ഒരു കളർ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്ത സ്റ്റൈൽ നോക്കാം. ഹോവറിന്, അതായത് ഈ ഒരു എലമെന്റിൽ ഹോവർ ചെയ്യുമ്പോൾ റെഡ് കളർ വേണം, ആക്റ്റീവ് ആണെങ്കിൽ ഗ്രീൻ കളർ വേണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാനിനി പേജ് റീഫ്രഷ് ചെയ്തു.
ഞാൻ ഹോവർ ചെയ്യുമ്പോൾ ആ റെഡ് കളർ വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചതാണ് LVHA എന്ന് പറഞ്ഞ റൂള്. ലിങ്ക്, വിസിറ്റഡ്, ഹോവർ, ആക്റ്റീവ്, ആ ഓർഡറിൽ വേണം സ്റ്റൈല് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോവർ LVHA അപ്ലൈ ചെയ്യുകയാണെങ്കിൽ LVHA, വിസിറ്റഡ് ടോപ്പിൽ വരണം, LVHA ആ ഓർഡറിൽ കറക്റ്റ് ചെയ്തു. എന്നിട്ട് റീഫ്രഷ് ചെയ്തു ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് എനിക്ക് വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീനും അവിടെ വന്നിരുന്നു. പെട്ടെന്ന് നമുക്ക് ഒരു മിസ്സാവുന്ന കാണാം, ഒരു ഗ്രീൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. ഒരു HTML ഒരു ലിങ്ക് സ്റ്റൈൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മളൊരു വെബ്സൈറ്റിലേക്ക്, സെക്ഷനിലേക്ക് അല്ലെ ഫയലിലേക്കൊക്കെ നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഒരു ഇമെയിൽ അഡ്രസ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇമെയിലിന്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് ഇമെയിൽ അയക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ലിങ്ക് കൊടുക്കാൻ നോക്കാം. അവിടെ hrefൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മെയിൽ ടു എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ആ മെയിൽ അഡ്രസ്സ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യപ്പെടും. റീഫ്രഷ് ചെയ്തു, ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മെയിൽ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്, മറ്റു സ്ക്രീനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് മെയിൽ ടു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടെലിഫോൺ നമ്പർ ആണെങ്കിൽ ടെൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കൊക്കെ വെബ്സൈറ്റിൽ കോൺടാക്ട്സ് പേജിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കും. അപ്പോൾ ഇമെയിലിന്റെ അവിടെ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, മെയിൽ ടു കൊടുക്കണം. ഫോൺ നമ്പറിന് അവിടെ ടെൽ എന്ന് പറഞ്ഞ് കോളൻ ഇട്ടിട്ട് വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. കൺട്രി കോഡ് കൂടെ ചേർത്തിട്ട് നമ്പർ കൊടുക്കണം.